മീഡിയ മലയാളം പ്രേക്ഷകർക്കായി നമ്മളോടൊപ്പം ഇന്നുള്ളത് ശ്രീ മൈത്രേയനാണ്. നമസ്കാരം. നമസ്കാരം. വളരെ നാളുകളായി ശ്രീ മൈത്രേയനോടൊപ്പം ഒരു സംവാദത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് വ്യക്തിപരമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും അതിന് അവസരം കിട്ടി മീഡിയ മലയാളത്തിലൂടെ. അതായത് ഇന്നിപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ഏതൊരു കുറ്റകൃത്യത്തിലും സ്ത്രീകൾ പങ്കാളികളായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ ആ കുറ്റകൃത്യത്തെക്കുറിച്ചോ അതിന് കാരണമായതിനെയോ മറ്റൊന്നും ചർച്ച ചെയ്യാതെ മലയാളികൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ആ സ്ത്രീകളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് അവർക്ക് എത്ര അവിഹിതങ്ങളുണ്ട്, എത്ര കാമുകന്മാരുണ്ട്, അവർ അല്പവസ്ത്രധാരികളാണോ, അവർ മദ്യപിക്കാറുണ്ടോ, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഉള്ള ഒരു പരിശോധനയാണ് മലയാളികൾ പൊതുവെ നടത്തിക്കാണുന്നത്. അതായത് ഒരു കേസിലൊന്നുമില്ല, മിക്കവാറും എല്ലാ കേസിലും അങ്ങനെയാണ് നടത്തുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ലക്ഷണമാണ് അത്. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും നിലവാരത്തിൽ ഈ വിഷയങ്ങളിനകത്ത് അഭിപ്രായം പറയാനായിട്ടൊക്കെ അവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ വിഷയം പറയുന്നത് പരസ്യമായി പറയാൻ ഒക്കത്തില്ലല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ദാരിദ്ര്യമുള്ള മനുഷ്യരുടെ. അപ്പം നമ്മൾക്ക് പണ്ടേ പറയത്തില്ലേ, ദരിദ്രനായ ഒരാൾ മറ്റൊന്നും കണ്ടില്ലെങ്കിലും കൊട്ടാരത്തിൻ്റെ അതിൻ്റെ എടുപ്പിനെ പറ്റിയൊക്കെ പറയുന്ന പോലെയാണ് ശ്രദ്ധ പോകുന്നത്. അപ്പോൾ വളരെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിനകത്തുള്ള, ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും രണ്ടുപേരും ഈ ഒരു പുരുഷ മേധാവിത്വപരമായിട്ടുള്ളൊരു സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ ഹെറാർക്കിക്കലായ ഒരു സമൂഹമായിരിക്കും. അതിനകത്ത് സ്ത്രീകളെ തൊട്ടടുത്ത് കൂട്ടിന് കിട്ടാത്ത ഒരു പുരുഷ കൂട്ടമാണ് മലയാളി പുരുഷന്മാർക്ക്. കൂട്ടൊക്കെ നമ്മളിപ്പോൾ പുതിയ കുട്ടികളുടെ ഇടയിലൊക്കെ നമുക്ക് ക്ലാസ്സിലൊക്കെ കാണാൻ പറ്റും, സ്കൂളിലൊക്കെ കാണാം. പക്ഷേ പാർക്കിൽ വീണ്ടും നമുക്ക് കാണാൻ പറ്റും, അവിടെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമായിട്ട് അതിനെ കണ്ടാൽ മതി. പുരുഷന്മാർ മാത്രമല്ല, ഈ ചിലപ്പോൾ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാരെക്കാൾ മോശമായ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ പറയുന്നതിൽ സ്ത്രീകളും മുന്നിലാണ്. അതിനകത്ത് ഒരു സംശയവും നമുക്ക് വേണ്ട. പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സ്ത്രീകളെ ഇവിടെ ഉള്ളൂ. സാർ, ഇവിടെ ഈ എത്രയൊക്കെ പുരോഗമനം നമ്മൾ പറഞ്ഞാലും സ്ത്രീയും പുരുഷനും രണ്ട് തട്ടിൽ തന്നെയാണ്. അതായത് ഒരു വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പ്രണയം തോന്നിയാൽ അവൾ പോക്ക് കേസാണ്, പിഴച്ചവളാണ്. ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീ മറ്റൊരു പുരുഷനോട് പൊളിച്ചോടിയാൽ ഇപ്പോഴും അവനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ ആ പെണ്ണ് പിഴച്ചവളാണ്. ആ കാഴ്ചപ്പാട് ഇതുവരെ, അതായത് സ്ത്രീയെ എപ്പോഴും ഈ ലൈംഗികപരമായി ആണെങ്കിൽ പോലും ഏത് തരത്തിലും മോശമാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി. കാലം പുരോഗമിക്കുന്നു എന്ന് പറയുന്നു, നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാറുന്നു എന്ന് പറയുന്നു, നമ്മുടെ ചിന്താഗതികൾ മാറുന്നു എന്ന് പറയുന്നു. അപ്പോഴും ആ പഴയ സ്ത്രീ എന്ന ആ ലാബലിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഈ സ്ത്രീയെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പം വേശ്യ എന്നൊരു വിളി, അത് കൂടെ കിടക്കുന്ന പുരുഷനെ ആ വിളിക്കുന്നില്ല, പക്ഷെ പോകുന്ന സ്ത്രീയെ വിളിക്കുന്നത് ആ പേരിലാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മാത്രം ചാർത്തിക്കൊടുത്ത ചരക്ക്, പീസ്, ഇങ്ങനെ കുറേ വേർഡുകളുണ്ട് സ്ത്രീകൾക്ക് മാത്രം ചാർത്തിക്കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു എന്ന് നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എപ്പോഴെങ്കിലും മാറാൻ സാധ്യതയുണ്ടോ സാർ? നമ്മളിത് മനസ്സിലാക്കാനുള്ളത് സിസ്റ്റം ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പുരുഷ മേധാവിത്വപരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമൂഹമാണ് അത്. അതിൻ്റെ കേന്ദ്രത്തിനകത്ത് വരുന്നതാണ് പുരുഷ മേധാവിത്വം നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെയാണ് തട്ടുതട്ടായ സമൂഹമാണ്, മേലുകീഴാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമൂഹത്തിൽ നിന്ന് ജനാധിപത്യപരമായ സമൂഹത്തിലേക്ക് നമ്മൾ ഇതുവരെ ട്രാൻസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ ഒരു ഘടനയും മാറിയിട്ടില്ല. ഇപ്പോൾ വീടിനകമായാലോ, പോലീസ് സ്റ്റേഷനിൽ പോയാലോ, കോടതിയിൽ പോയാലോ, അഡ്മിനിസ്ട്രേഷൻ്റെ മേഖലയിൽ പോയാലോ, ക്ലാസ് റൂമിലോ ഒന്നും തന്നെയും ഈ പറയുന്ന വിവേചനം മാറിയ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ വളരെ വിവേചനപരമായി ആണിനെയും പെണ്ണിനെയും തട്ടാക്കി മാറ്റി നിൽക്കുന്ന, അപ്പോൾ തട്ട് സമൂഹം എന്ന് നമ്മൾ പറയുമ്പോൾ ഹെറാർക്കിക്കൽ എന്ന് പറയുന്ന സമൂഹത്തിനകത്ത് ജാതിയും മതവും വർക്കിയും ഇതും കൂടെ ചേർന്നിട്ടാണ് അത് വയ്ക്കുന്നത്. വീടിനകത്ത് ലിംഗപരമായ അസമത്വം വളരെ ശക്തമായിട്ട് നിൽക്കുന്നതാണ്. വീടിൻ്റെ മുഴുവൻ ഘടന നോക്കിയാൽ പോരെ. പുറവശത്ത് വീട് സ്ത്രീകളിരിക്കുന്ന, സ്ത്രീകൾ മുന്നിൽ നിൽക്കേണ്ട, നീ അങ്ങ് അകത്ത് കയറിപ്പോ എന്ന് പറയുന്ന വീടുകളാണല്ലോ. അപ്പം മക്കളെ വളർത്തുമ്പോൾ ആൺമക്കളെ വളർത്തുന്ന പോലെ അല്ല പെൺമക്കളെ വളർത്തുന്നത്, നിയന്ത്രിതമായിട്ട് തന്നെയാണ്. ഇപ്പോൾ അവർ നമ്മൾ ശരിക്കും പറഞ്ഞ ബോൺസായി പോലെ വളർത്തുന്ന സ്ത്രീകളാണുള്ളത്. അപ്പോൾ ആ സ്ത്രീകളെന്ന് പറയുന്നവർ മുഴുവനും പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാനായിട്ട് തന്നെയാണ് അവരെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജന്മി നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഒരു കാര്യസ്ഥനെ ഉണ്ടാക്കുന്നത്.
അയാളുടെ ഗുണ്ട എന്ന് പറയുന്നത് ആ നാട്ടിലെ സാധാരണക്കാരായ ആളുകളാണ്. ഇവരെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വീടിനകത്ത് അച്ഛൻ നല്ല ആളായിട്ടായിരിക്കും ഇരിക്കുന്നത്. അച്ഛനിൽ എത്തിച്ചേരാനായിട്ടൊരു വഴി എന്നുള്ളത് അമ്മയിലൂടായിരിക്കും. മക്കൾക്ക് നേരിട്ട് ആക്സസിബിലിറ്റി അങ്ങോട്ട് വരുന്ന പറഞ്ഞാൽ അച്ഛന് പോയിട്ട് പറയുമ്പോൾ അമ്മയായിരിക്കും ആദ്യം പറയുന്നത്, അച്ഛൻ വിഷമിച്ചിരിക്കുകയാണ്, കടത്തിലിരിക്കുകയാണ്, നീ ഇപ്പോൾ ഈ പൈസയുടെ കാര്യമൊന്നും ചോദിക്കരുത് എന്ന് പറയുന്ന ഇടനിലയ്ക്ക് നിൽക്കുന്ന ആളായിട്ട് ഈ അമ്മ മാറേണ്ടി വരും. അപ്പോൾ അച്ഛൻ്റെ വക്കാലത്തെടുത്ത ആളായിട്ടാണ് അമ്മയെ നമ്മൾ അനുഭവിക്കുള്ളൂ. അപ്പോൾ എന്ത് കാര്യവും വേണമെന്നുണ്ടെങ്കിൽ അമ്മയിലൂടെ പോകണം. അപ്പോൾ അച്ഛനാകെ പറയുന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തൊന്നും അടുക്കാനായിട്ട് ശ്രമിച്ചാൽ, ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനെ ഞാൻ ആദ്യമായിട്ട് തൊട്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് 18 വയസ്സൊക്കെ ആയപ്പോൾ നഖം വെട്ടാൻ പറഞ്ഞപ്പോഴാണ്. കുട്ടിക്കാലത്ത് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് ഓർമ്മയില്ല. പക്ഷെ പിന്നെ നമ്മളെ പിടിച്ചിട്ടുള്ളത് അടിക്കാനാണ്. അങ്ങനെയായിരുന്നു എൻ്റെയൊക്കെ വീട്ടിൽ. അത്രയും ശക്തമായ പുരുഷന്മാരായിരിക്കുന്നവരുടെ ഇടയിലായിരുന്നു ഞാനൊക്കെ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അമ്മയിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ അമ്മയ്ക്കറിയാം അച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്. അത് അമ്മയോട് മാത്രമേ അത് പറയുള്ളൂ. നമ്മളെ കാണുമ്പം ഇപ്പം എൻ്റെ വീട്ടിൽ സ്ത്രീകളായിരിക്കുന്ന മക്കളോട് ഒരു അടുപ്പം അച്ഛൻ കാണിച്ചാലും അതെല്ലാം നിയന്ത്രിക്കുക. അവർക്ക് അക്സബിലിറ്റി എന്ന് പറഞ്ഞാൽ അച്ഛനിലേക്കുള്ള ആ വഴി അവർ മുടക്കുന്നത് അമ്മമാരായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതിപ്പം നമ്മൾ ഒരു മുതലാളിയെ കാണണം, മുതലാളിയാണെങ്കിൽ തങ്ക സ്വഭാവമാണെന്നാണ്, എന്തും എല്ലാം തരും, പക്ഷേ ആ വാതൊക്കെ നിൽക്കുന്ന അയാളെ സമ്മതിക്കത്തില്ല. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും അനുഭവിക്കുന്നത്. അപ്പോൾ വാതൊക്കെ നിൽക്കുന്ന ആളിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി അയാൾ അനുവദിച്ചാൽ മാത്രമേ അകത്തോട്ട്. മുതലാളിയുടെ സ്വഭാവമാണോ? തങ്കമാണ്, കണ്ടാൽ എന്ത് വേണേലും സഹായിക്കും. പക്ഷേ ഈ വഴി വാതൊക്കെ നിൽക്കുന്ന ആൾ സമ്മതിക്കത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്ററെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു 4 കടമ്പയുണ്ട്. ഇവരാണ് തടസ്സം. അവരെ ഒന്ന് മാറ്റി കിട്ടിയാൽ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അയ്യോ എല്ലാവരുടെയും കാര്യം നടത്തുന്ന ആളായിട്ടാണല്ലോ. ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ ഈ വഴിയിൽ തടസ്സത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം കൊണ്ട് അനിഷ്ടം കൊണ്ടുമാണ് നമ്മൾ മുഴുവൻ വിഷമിക്കുന്നതെന്നാണ് അനുഭവം. നമുക്കങ്ങനെയാണ്. അപ്പോൾ അമ്മ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്നും മകളും മകനും മനസ്സിലാക്കും. അച്ഛന്മാരുടെ അടുത്ത് എത്തിപ്പെട്ടെന്ന് വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പം അച്ഛൻ പറയുന്നതാണ്, പക്ഷെ നിൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഈ അമ്മയാണ് തടസ്സം എന്നുള്ളൊരു സംശയരഹിതമാകും. പക്ഷേ രാത്രി കിടക്കുന്ന സമയത്ത് അച്ഛൻ പറയും എന്താണ് എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ് ഈ അമ്മ. ഇങ്ങനെ നിയന്ത്രിച്ചുണ്ടാക്കിയെടുക്കുന്ന ആളുകൾ, ആ നിയന്ത്രിക്കാൻ വേണ്ടി ഈ കരുക്കളായി മാറുന്ന സ്ത്രീകളുമുള്ള സമൂഹമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അവരിലൂടെയാണ് അപ്പോൾ കാര്യസ്ഥൻ, കങ്കാണി, ഫോർമാൻ എന്നൊക്കെ പറയുന്നത് മുഴുവനും ഈ തൊഴിലാളികൾ തന്നെയാണ്. ഇനി കിങ്കരന്മാർ, രാജാവിൻ്റെ കിങ്കരന്മാരെന്ന് പറയുന്നത് അതും വീണ്ടും ജോലിക്കാർ, ഈ ജോലി ചെയ്യുന്നവരാണ്. ഇവരാണ് ഈ ആളുകളെ ഉപദ്രവിക്കുന്നത്. രാജാവ് നേരിട്ട് ആരെങ്കിലും ചിളകടിക്കുമോ? ഒന്നുമില്ല, മറ്റവരെ കൊണ്ട് അത് ജയിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ അനുഭവിക്കുന്നത് മുഴുവനും ഈ കാര്യസ്ഥനായിരിക്കുന്നവന്, കങ്കാണിയായിരിക്കുന്നവന്, ഭാര്യയായിരിക്കുന്ന, അമ്മയായിരിക്കുന്ന ആളുകളാണ് ഈ സകലതിനും കാരണമായിരിക്കുന്നതെന്ന് അനുഭവിക്കും. ഇതാണ് ഈ പഴയ പുരുഷ മേധാവിത്വപരമായ സമൂഹത്തിൻ്റെ ലക്ഷണവും ഹെയറാർക്കിക്കലായ സമൂഹത്തിൻ്റെ ലക്ഷണവും അതാണ്. അപ്പോൾ തൊട്ട് മുകളിലുള്ള ഒരു കാരണമാണ് കാര്യം നടക്കാത്തതെന്ന് നമ്മളെ അനുഭവിക്കും. പൊന്നു തമ്പുരാനെ ഒന്ന് കണ്ടാൽ നേരെയാവുന്നു. ഇങ്ങനെയാണ് ഈ മെക്കാനിസം. അപ്പം സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ശത്രുക്കൾ എന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന നിലവാരത്തിലായിരിക്കുമല്ലോ അമ്മായിയമ്മ മരുമകളുടെ അടുത്ത് പെരുമാറുന്നത്. അമ്മായിയമ്മ പെരുമാറുന്നത് എങ്ങനെയാണ്? അമ്മായിയമ്മയ്ക്ക് ആകെ സ്വാതന്ത്ര്യമുള്ളത് എവിടെയാണ്? അടുക്കളയിൽ. അവിടെയാണ് ഒരു മരുമകളെ കൊണ്ടുപോയി ഇരുത്തുന്നത്. അപ്പം മരുമകൾ വരുന്ന വേറൊരു വീട്ടിൽ നിന്നാണ്. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് അവൾ നോക്കുമ്പോൾ അമ്മായിയമ്മയ്ക്ക് അറിയാവുന്ന ഏക സാധനം ഇതാണ്. അപ്പം ഇത് വെച്ചാൽ മതി, അത് വെക്കണ്ടെന്ന് പറയും. അപ്പോഴത്തേന് അവൾ അനുഭവിക്കുന്ന മുഴുവൻ ഈ അമ്മായിയമ്മയാണ്. മാത്രമല്ല മരുമകളും അമ്മായിയമ്മയും മാത്രമാണ് ഒന്നിച്ച് കഴിയുന്നത്. എപ്പോഴെങ്കിലും ഒരു മരുമകനും അമ്മായിയപ്പനും കൂടെ ഒന്നിച്ച് കഴിയുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനെ സംഭവമില്ല. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല ജെന്റിൽമാൻമാരായ അമ്മായിയപ്പനും മരുമകനും. സ്ത്രീകളെക്കാളും ഈഗോയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഈ പുരുഷന്മാർ തമ്മിലുണ്ട്. അവരൊരിക്കലും ഒന്നിച്ച് ജീവിക്കുന്നേ ഇല്ല.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്നിക്ക് ഇതാണ്. അപ്പോൾ സ്ത്രീകളെ പറിച്ച് മറ്റൊരു വീട്ടിൽ വെച്ചിട്ട് അവർ മര്യാദ കെട്ടവരാണെന്ന് സകലരെ അനുഭവിപ്പിക്കുകയും ഈ നിയന്ത്രിക്കുന്നതിനുള്ള ഈ കങ്കാണിമാരായിട്ട് ഈ കാര്യസ്ഥന്മാരായിട്ട് ഈ അമ്മമാരായിട്ട് മാറ്റിയാണ് അവർ നിയന്ത്രിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ഈ സിസ്റ്റം നമ്മൾ ഒരിക്കലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ സ്ത്രീകൾക്ക് ശത്രു സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആകെ പണിയെന്ന് പറഞ്ഞാൽ ഗോസിപ്പ് ചെയ്യുക, നുണ പറയുക. ഇതാണ്. അപ്പോൾ എന്താണ് ഈ നുണ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിമേടിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒരു മനസമാധാനത്തിന് അയലത്തുള്ള വേലിക്ക നിന്ന മറ്റുള്ളവരെടുത്ത് നുണ പറയുന്നു എന്നാണ്. എന്താണ് ഈ നുണ? സ്വന്തം ഭർത്താവ് മര്യാദകളായിട്ട് പെരുമാറിയെന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടാനാണ് ഈ അയലത്തുള്ള. അപ്പോൾ ആ ഭാര്യമാർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിപ്പോയാൽ കുഴപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു കൂട്ടും ഉണ്ടാകാൻ അവർ സമ്മതിക്കത്തില്ല. ഇനി അവർക്ക് കുട്ടിക്കാലത്തൊരു കൂട്ടുണ്ടെന്ന് വെച്ചോ, അവർ ആ വീട്ടിൽ വരാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കും. സ്ത്രീകൾ ഈ പറിച്ചു നട്ടവരെ കാണാൻ വരുന്നത് ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇവരുടെ കാര്യസ്ഥന്മാരാക്കി മാറ്റിയ അമ്മമാരും സ്ത്രീകൾ മാത്രമേ നാട്ടിലുള്ളൂ. ഇവരുടെ നിയന്ത്രണത്തിനകത്താണ് ഈ സംഭവങ്ങൾ മുഴുവൻ വർക്ക് ചെയ്യുക. ഇതുകൊണ്ടാണ് നമുക്കിത് ഒരിക്കലും ഈ ആരാണ് യഥാർത്ഥ ശത്രു എന്ന് കാണാനൊക്കെ. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരേറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ആൾ തന്നെയാണ് അവരുടെ ശത്രുവായിട്ട് മാറുന്നത്. ഒരു കൈ കൊണ്ട് പിടിച്ചടുപ്പിക്കുമ്പോൾ മറു കൈ കൊണ്ട് തള്ളി പിടിക്കാൻ ബാധ്യതയുള്ള കാര്യത്തിലാണ്. അതേസമയത്ത് തൊഴിലാളികൾക്കൊക്കെ മുതലാളിക്കെതിരെ സമരം ചെയ്യാൻ പറ്റും. ഇവിടുത്തെ മുതലാളിയുടെ എതിരെ സമരം ചെയ്ത് നമ്മൾ തന്നെ വഴി, കാരണം വീട് നടത്താനൊക്കത്തില്ല. അങ്ങനെ കീഴടങ്ങി രൂപപ്പെട്ട സ്ത്രീകളുടെ ഒരു ഹെറാർക്കിക്കലായ സ്വഭാവമാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ആ സ്ട്രക്ചർ മനസ്സിലാക്കാതെ ഈ വിഷയം മനസ്സിലാകത്തില്ല. അപ്പോൾ എപ്പോഴും ഈ ലൈംഗികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്രാപ്യമാക്കി നിലനിർത്തിയാണ് ഇതിനകത്ത് ആളുകളെ നിയന്ത്രിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ വേനൽ അവധിക്കാലത്തെങ്കിലും ആളുകളൊക്കെ ഒന്നിച്ചുകൂടി ഓണത്തിന് ഓടി നടക്കുകയോ അല്ലെങ്കിൽ കൊയ്ത്തിന് പോവുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാകും. അതും കൂടി ഇന്ന് പോയി. കംപ്ലീറ്റ് നിയന്ത്രണമാണ്, മോണിറ്റർ ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഏത് സമയത്തും സ്ത്രീകളെന്ന് പറയുന്നവർ അധികാരമുള്ള പുരുഷന്മാർ, ബലമുള്ള പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്നവരാണെന്ന് തോന്നിപ്പിക്കുന്ന നിലവാരത്തിലാണ് ഈ പഴയ ഘടന മുഴുവൻ. ഇതാണ് അതിൻ്റെ സ്ഥലം. അപ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെ വഴിതെറ്റിക്കുന്നത്, അത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള സ്ഥലവും പരിശോധിച്ച് നോക്കിയാൽ മതി. അവസാനത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ കാമുകിമാരിൽ നിന്നും മോചിക്കുമ്പോഴാണ്. കാമമില്ലാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കഥയൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ബുദ്ധനാണ് അതിൻ്റെ അകത്ത് ഉദാഹരണം. ബുദ്ധൻ്റെ ഭാര്യയാണ് അയാളുടെ മോചനത്തിന് തടസ്സമായത്. അവസാനം ഈ കഥയ്ക്കകത്തൊക്കെയാണ് യശോദ എന്നല്ലേ അവരുടെ പേര് നടന്ന് യശോദയുടെ രൂപത്തിലാണ് ഈ കാമൻ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് അവരെ മറികടക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ പരമാവധി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ത്രീകളാണ് തടസ്സം പുരുഷന്മാരുടെ മോചനത്തിനെന്നുള്ള ആണ് സ്പിരിച്വലായ മുഴുവൻ ആശയത്തിനാണ്. ഇതുപോലെ നമ്മൾ ഇതെല്ലാം അപ്പോൾ ഈ സ്ത്രീകൾ ഇത് തന്നെയല്ലേ വായിക്കുന്നത്. അവർ ഈ കഥയെല്ലാം വായിച്ചിട്ട് അപ്പം നമ്മളാണ് കുഴപ്പക്കാരെന്നുള്ള കാര്യത്തിൽ ബോധ്യമാകും. അല്ല, അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത എപ്പിസോഡിൽ.